തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF കൗൺസിലറുടെ സത്യപ്രതിജ്ഞാ വിവാദത്തിൽ ഭീമാപ്പള്ളി കൗൺസിലർ സജിന ബീവി സത്യപ്രതിജ്ഞ ചെയ്തത് അല്ലാഹുവിന്റെ നാമത്തിൽ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ നിലവിലെ BJP ഭരണസമിതി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സജിന ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ജയ് UDF, ജയ് മുസ്ലിം ലീഗ്. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതാണ് LDF വിവാദമാക്കുന്നത്. ഇതിനെതിരെ കോടതിയടക്കം സമീപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതിക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്നു. പക്ഷേ ഒരു UDFന്റെ കൗൺസിലർ സജന ബീവി, ഭീമാപ്പള്ളി കൗൺസിലർ, അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടും അതിനെതിരെ ഒരു വിമർശനങ്ങൾ പോലും ഉയരുന്നില്ല. ഇടതിന്റെയും വലതിന്റെയും കൂട്ടുകെട്ട്, ആ ഒരു ബാന്ധവം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും KP, അത് തന്നെയാണ്. അതായത് ഈ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ തുടരെ CPM ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് കയ്യാങ്കളിയൊക്കെ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദൃഢപ്രതിജ്ഞയോ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയോ ചെയ്തുകൊണ്ട് ജനപ്രതിനിധികൾ അധികാരത്തിലേൽക്കണം, അതാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിരുന്നു. ഇക്കാര്യത്തിൽ നിയമപോരാട്ടം നടത്തിയതും CPM തന്നെയാണ്. പക്ഷേ CPM ഏകപക്ഷീയമായി BJPയെ മാത്രം ലക്ഷ്യം വെക്കുന്നു. ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വീണ്ടും തെളിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നതും. കാരണം ഈ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ദൈവനാമത്തിൽ ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ ബലിദാനികളുടെ പേരുകളടക്കം BJP കൗൺസിലർമാർ ആ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് CPM വിമർശനം ഉന്നയിച്ചത്. അതിനുശേഷം ഹൈക്കോടതി ഉത്തരവിറക്കി. ആ ഉത്തരവിനെ മാനിച്ചുകൊണ്ടാണ് BJPയുടെ അംഗങ്ങൾ, BJPയുടെ കൗൺസിലർമാരും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള 19 പേർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ്. അതും മണിക്കൂറുകൾക്കകമായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലൊരു പരാതി നൽകാൻ പോകുമ്പോൾ CPMന്റെ കൗൺസിലർമാരടക്കം ഇത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം BJP കൗൺസിലർമാർ മാത്രം ലക്ഷ്യം വെക്കുകയാണ്. അന്ന് ഈ ഭരണസമിതിയിൽ ഉള്ളത് ഈ BJP കൗൺസിലർമാർ മാത്രമല്ല, LDF ഉണ്ട് പ്രതിപക്ഷത്ത്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അടക്കം കൗൺസിലർമാരുണ്ട്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ളൊരു പരാതി നൽകുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഈ ഉത്തരവിന് എല്ലാ ജനപ്രതിനിധികൾക്കും അത് പാലിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ബാധ്യസ്ഥതയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ UDF കൗൺസിലർ, അതായത് ഭീമാപ്പള്ളിയിലെ കൗൺസിലർ സജിന ടീച്ചറാണ് ഇത്തരത്തിൽ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നുള്ളത് ഉറപ്പാണ്. ആ ഉത്തരവ് മാനിച്ചുകൊണ്ട് മറ്റ് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരമേറ്റെങ്കിലും ഈ ഭീമാപ്പള്ളിയിലെ കൗൺസിലർ സജിന ബീവി ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ഉത്തരവ് എല്ലാവർക്കും മാനിക്കേണ്ടതുണ്ട്, അത് ധാർമ്മികപരമായി അത് പാലിക്കേണ്ടതുമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും CPM മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസും പല കാര്യത്തിൽ അതായത് ഭരണസമിതി, നിലവിലെ BJP ഭരണസമിതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നതും വിമർശനം ഉന്നയിച്ച് വലിയ തരത്തിൽ ബഹളമുണ്ടാക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. തങ്ങളുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ട്, തങ്ങളുടെ ഭാഗത്തൊരു പാളിച്ചയുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പോലും അത് തിരുത്തുവാനുള്ള ഒരു ബാധ്യസ്ഥത അവർ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM അടക്കമുള്ള, അതായത് SP ദീപക് അടക്കമുള്ളവരിൽ പരാതി നൽകിയവരാണ്. അവർ ഇക്കാര്യത്തിലും മിണ്ടുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ BJP നേതൃത്വം വിമർശിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ 40 വർഷക്കാലത്തെ ഇടത് ഭരണം, ആ ഇടത് ഭരണത്തിൽ വലിയ അഴിമതിയാണ് ആ കൗൺസിലർമാർ, മേയറായിരുന്നവരായി കഴിഞ്ഞാലും കൗൺസിലർമാരായി കഴിഞ്ഞാലും നടത്തിയത്. ഇത് പൊതുജനം അറിയും, തിരിച്ചറിയും എന്നുള്ള ഒരു ഭയം. ഇവർക്ക് പലപ്പോഴും ബിനാമി ഇടപാടുകളുണ്ട്, അവർക്ക് ഈ പഴയ മാർക്കറ്റിന്റെ വിഷയമടക്കം നമുക്കറിയാം, കടമുറികളുണ്ട്. ഇതൊക്കെയും ഈ അവരുടെ വരുമാനം പോലും ഇല്ലാതാകുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് BJPക്കെതിരെ ഈ CPM നേതൃത്വത്തിൽ, കൗൺസിലർമാരുടെ അടക്കം നേതൃത്വത്തിൽ, കൗൺസിലർമാർ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം ഒത്താശ അതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ അതിക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം. ഈ അതിക്രമത്തിന് പോലീസ് എത്രത്തോളം കൂട്ടുനിന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM ആയാലും
ഈ വലതുപക്ഷമായി കഴിഞ്ഞാലും BJP ഒരു മുഖ്യ ശത്രുവായി കാണുക, BJP കൗൺസിലർമാർക്ക് BJP ഭരണത്തിൽ ലഭിക്കുന്ന ആ ഒരു ജനസമ്മതിയെ ഇല്ലാതാക്കുക, അത്തരമൊരു ആസൂത്രിത നീക്കം തന്നെയാണ് അനന്തപുരിയിൽ നടക്കുന്നത്, തിരുവനന്തപുരത്തിൽ പ്രകടമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അത് തന്നെയാണ് KP നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 45 വർഷത്തെ ഇടതു ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ചരിത്ര വിജയം നേടിയാണ് BJP ഭരണസമിതി അധികാരത്തിലേറി മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് ഭരണം നടത്തുന്നത്. കാരണം CPM-ന്റെ ഗുണ്ടാ വിളയാട്ടത്തിലും ഒപ്പം തന്നെ ഇത്തരത്തിൽ പാളയം മാർക്കറ്റിലുള്ള അനധികൃതമായിട്ടുള്ള പണപ്പിരിവും അതിലൊക്കെ കൃത്യമായി നടപടിയെടുക്കുകയും കൃത്യമായി ഇടപെടൽ നടത്തുകയും കുറ്റക്കാരെ അടക്കം പുറത്തു കൊണ്ടുവന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത വളരെ ജനകീയമായി ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് BJP കൗൺസിലർമാർക്കും ഒപ്പം തന്നെ മേയർക്കും ഭരണസമിതിക്കുമൊക്കെ ലഭിക്കുന്നത്. ഇതിൽ കലിപൂണ്ട CPM തന്നെയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ ഭരണസമിതിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ആക്രമണം നടത്തുകയും കയ്യാങ്കളിയൊക്കെ നടത്തുകയും ചെയ്യുന്നത്. പലതരത്തിലുള്ള നിയമ പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ ഹൈക്കോടതിയിൽ അടക്കമുള്ള നിയമ പോരാട്ടത്തിൽ അത് സമ്മതിച്ചതുമാണ്. അത് ആ സത്യപ്രതിജ്ഞ അത് ക്യാൻസൽ ചെയ്യേണ്ട, അത് വീണ്ടും 4 ആഴ്ച സമയം നൽകിക്കൊണ്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുവാനുള്ള ഒരു അവസരം നൽകിയതും അത്തരത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് തന്നെയാണ് നഗരസഭ ഭരണസമിതിയെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നതും. മികച്ച രീതിയിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഒളിയമ്പുകൾ നെയ്യുമ്പോൾ പോലും ആ ഒളിയമ്പുകൾക്ക് നേരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് ജനകീയമായിട്ടുള്ള ഭരണം തന്നെയാണ് BJP-യുടെ ഭരണസമിതി കാഴ്ചവെക്കുന്നത്. പക്ഷേ പഴുതുകൾ കാര്യം പറയുമ്പോൾ അത് പഴുതടച്ച ആരോപണങ്ങൾ പറയുവാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വീഴ്ചകൾ മറച്ചുവെക്കുന്നു, BJP കൗൺസിലർമാരെയും ഭരണസമിതിയെയും മാത്രം ലക്ഷ്യം വെക്കുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമുണ്ടെന്ന് ഉറപ്പായ സാഹചര്യമാണ്. BJP-ക്ക് ലഭിക്കുന്ന സ്വീകാര്യത, ജനകീയമായിട്ടുള്ള പദ്ധതികൾക്ക് ലഭിക്കുന്ന പിന്തുണ, ഇതൊക്കെ തന്നെയാണ് CPM-നെ കൂടുതലും ഉറക്കം കെടുത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഈ ഭീമാപള്ളി കൗൺസിലർ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തോട്ടും അതിലൊരു വിമർശനവും LDF-നില്ല. മറിച്ച് BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ വിവാദമാക്കുകയും അതിനെ കോടതി വരെ സമീപിക്കുകയും അതിന്റെ പേരിൽ അതിക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് ഇടതിന്റെയും വലതിന്റെയും ഈ രാഷ്ട്രീയ ബാന്ധവം തന്നെയാണ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.